ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മോഡുലാർ ടൈപ്പ് സ്വിച്ചിൽ ജി എമ്മിൻ്റെ ജി എക്സ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ആ ജി എം ആണ് കമ്പനി വരുന്നത്. അതിൻ്റെ അൾട്രാ സ്ലിം മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ സ്വിച്ചിൻ്റെ കളറും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് അതിൻ്റെ മോഡൽ കാര്യങ്ങൾ ഫിനിഷിംഗ് സ്റ്റേജ് ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നത്. ഈ മോഡലിൽ നമുക്ക് അതിൻ്റെ പ്ലഗ് സോക്കറ്റ് 1 വേ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ഷെയ്ഡിൽ അതായത് മെറ്റാലിക് കളറാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഗ്ലോസി അല്ല വരുന്നത്, മെറ്റാലിക്. അതാണ് ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സിൽവറിൻ്റെ, അതായത് സെൻട്രലായിട്ട് ഒരു സിൽവറിൻ്റെ ലെയർ കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വരുന്നത് 2 പ്ലേറ്റാണ് വരുന്നത്. അതിൻ്റെ അകത്തൊരു പ്ലേറ്റ് വരുന്നുണ്ട്, പുറത്തൊരു പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അകത്തെ പ്ലേറ്റിലാണ് നമ്മൾ ഈ സ്വിച്ച് അതുപോലെ തന്നെ സോക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലാണ് സ്ക്രൂ കാര്യങ്ങൾ വരേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിലാണ് നമ്മൾ ഈ പറയുന്ന സെപ്പറേറ്റ് പ്ലേറ്റ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇതൊരു 3 മോഡ്യൂളിൻ്റെ പ്ലേറ്റാണ് വന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്തൊരു DP സ്വിച്ച്, 32 ആംസിൻ്റെ DP സ്വിച്ച്. അത് നീറ്റായിട്ടാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ടച്ചിൽ തന്നെ നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളിൽ ഒന്നാണ് ജി എമ്മിൻ്റെ ഈ മോഡൽ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ബ്ലാക്ക് ഷെയ്ഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. സാധാരണ വൈറ്റിൻ്റെ സ്വിച്ചിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. നമ്മൾ പ്രൊഫഷണൽ ടച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ റേറ്റ് വരുന്നത്. അപ്പോൾ 20 ആംസിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ 2 വേ സ്വിച്ച്, 32 ആംസിൻ്റെ DP സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ പ്ലഗ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പല മോഡൽസും, അതായത് റെഗുലേറ്റർ ഉണ്ടാവും, ഇതിൻ്റെ തന്നെ റെഗുലേറ്റർ ടൈപ്പ് വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സോക്കറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ചാർജറിന് കുത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കറക്റ്റ് 3 മോഡ്യൂളുടെ കറക്റ്റ് ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നതാണ്. അതിൻ്റെ താഴെ കണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും GM എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ പ്ലേറ്റ് നമുക്ക് അഴിച്ച് മാറ്റി കഴിഞ്ഞാലാണ് അതിൻ്റെ സൈഡിലെ ഗ്രൂ കാണാൻ സാധിക്കും. ആ സൈഡിലെ ഗ്രൂ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലെ പ്ലേറ്റ് മാത്രമായിട്ട് കിട്ടും. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റിങ്, അതായത് അത്യാവശ്യം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഫിനിഷിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ബോർഡിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന പ്ലേറ്റ് കണ്ടോ. ആ പ്ലേറ്റ് നമ്മൾ ഏറ്റവും മുകളിൽ ഇടുന്നത് ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഷീറ്റിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഏറ്റവും ഔട്ടറിൽ വരുന്ന ആ പറയുന്ന പ്ലേറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കളയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് പോറലോ അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലേസിങ്ങോ കാര്യങ്ങളും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ പറഞ്ഞ കറക്റ്റ് ലെവലിൽ നമുക്ക് ആ പ്ലേറ്റ് ഇട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ഈ ബോക്സ് പിടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവണ്ട, അത്യാവശ്യം കറക്റ്റ് വലിപ്പമാണ് അതിൻ്റെ ഔട്ടർ ഷേപ്പ് വരുന്നത്. അതായത് കറക്റ്റ് ആ ബോക്സിൻ്റെ ഔട്ടറിൽ കൂടി 1-2 ml, നിസ്സാര ഒരു mm താഴെ മാത്രമേ അതിൻ്റെ പ്രൊജക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് അതിൻ്റെ അകത്തിരിക്കുന്ന ബോക്സും കാര്യങ്ങളും കറക്റ്റായിട്ട് തേച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം സ്വിച്ച് ബോയറിങ്ങൾ പിടിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്ന മുകളിലൊക്കെ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഈ പറയുന്ന രീതിയിൽ വയറിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബോക്സ് കറക്റ്റായിട്ട് തേച്ച് അതിൻ്റെ ഗ്രൂകളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ എത്ര വില കൂടിയ സ്വിച്ച് നമ്മൾ കൊടുത്താലും ആ ഫിനിഷിങ് കിട്ടണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ, അതുകൂടാതെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.